നമസ്കാരം. കണ്ണൂരിൽ ഒരു 17 വയസ്സുകാരൻ കഴിഞ്ഞ ദിവസം നാട് വിട്ടുപോയി. കാരണം എന്താണ്? വീട്ടുകാർ മൊബൈൽ ഫോണിന്റെ ഉപയോഗം വിലക്കി. അതിൽ മനം നൊന്താണ് നാട് വിട്ടുപോയത്. മനം നൊന്ത് ഒരു കത്തൊക്കെ എഴുതി വെച്ചായിരുന്നു, ഞാൻ കാശിക്ക് പോവുകയാണ്, ഇനിയുള്ള ജീവിതം ദൈവത്തോട് അലിഞ്ഞ് ഞാനങ്ങ് ജീവിക്കുമെന്നൊക്കെ. ഈ ഒരു വാർത്ത വന്നപ്പോൾ ഒരു കൗതുക വാർത്ത പോലെയാണ് പലരും അതിനെ സമീപിച്ചത് എന്നത് എന്നിലേറെ ബുദ്ധിമുട്ടുണ്ടാക്കി കേട്ടോ. കാരണം എത്ര ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇതെന്നറിയാമോ? മൊബൈലിന്റെ ഉപയോഗം വിലക്കിയത് എങ്ങനെയാണ്? 19,000 രൂപ നാട്ടുകാരോട് അവിടുന്ന് ഇവിടുന്നൊക്കെ കടം വാങ്ങിച്ച് ഓൺലൈൻ ഗെയിമുകളിൽ ഈ 17 വയസ്സുകാരൻ ഏർപ്പെട്ടിരുന്നു. ആ കടം വീട്ടാതെ വീണ്ടും പണം വേണം, വീണ്ടും ഈ വാലറ്റുകളിൽ പണം നിറച്ച് പണം ഉപയോഗിച്ച് കളിക്കുന്ന ഓരോ ഗെയിമുകളൊക്കെ ഉണ്ടല്ലോ, അതിനു വേണ്ടി പണവും വേണം മൊബൈൽ ഫോണും വേണമെന്ന് ശാഠ്യം പിടിച്ചു. വീട്ടുകാർ കൊടുക്കില്ല എന്ന് പറഞ്ഞു. അതിൽ മനസ്സ് വിഷമിച്ചാണ് കുട്ടി ഇറങ്ങി പോയതെന്ന് പറയുന്നു. നിസ്സാര കാര്യമല്ല. ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഉണ്ടായി. നമ്മുടെയൊക്കെ വീടുകളിലും കുട്ടികളുണ്ട്. ഏത് സമയത്തും മൊബൈൽ ഫോൺ കുത്തി ഓൺലൈൻ ഗെയിമുകളിലകങ്ങ് മുഴുകിയിരിക്കുന്ന ഒരുപാട് കുട്ടികളെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. വീട്ടുകാർക്ക് ഇതൊന്നും ഒരു ഗൗരവമുള്ള കാര്യമേ ആയിരിക്കത്തില്ല ആദ്യ ഘട്ടങ്ങളിൽ. ഫോണും കൊണ്ട് അവിടെ അടങ്ങിയിരിക്കുകയല്ലേ, എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും, എന്തെങ്കിലും കളിക്കുകയായിരിക്കും. കോടികളും ലക്ഷങ്ങളും ഒക്കെ തലയിൽ വന്ന് വീഴുമ്പോഴായിരിക്കും ഇതായിരുന്നു മോൻ അല്ലെങ്കിൽ മോൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഒപ്പിച്ചതെന്ന് മാതാപിതാക്കൾ തിരിച്ചറിയുന്നത്. ഇത് വെറും ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് മാത്രമല്ല പിള്ളേരിങ്ങനെ ഈ ഫോണിൻ്റെ ഉപയോഗം വിലക്കുന്നതിൽ പ്രതിഷേധിച്ച് നാട് വിട്ടു പോകുന്നതൊക്കെ. അത് ആഴത്തിലുള്ള മാനസികവും പെരുമാറ്റപരവുമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ഈ ഒരു പെരുമാറ്റ രീതി. നമുക്ക് സന്തോഷം തരുന്ന ഹോർമോണാണ് ഡോപ്പമൈൻ. നമുക്കെല്ലാവർക്കും അതറിയാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കാണുമ്പോൾ, ചിലപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ, നല്ല സിനിമ കാണുമ്പോൾ, ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുമ്പോഴൊക്കെ നമുക്കൊരു സന്തോഷം തോന്നുന്നത് ആ ഡോപ്പമൈൻ്റെ ഉൽപ്പാദനം കൊണ്ടാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് സോഷ്യൽ മീഡിയയും ഓൺലൈൻ ഗെയിമുകളും ഒക്കെ കളിക്കുമ്പോൾ ഈ ഡോപ്പമിൻ ഉൽപ്പാദനം വർദ്ധിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ പെട്ടെന്ന് ഇവരുടെ കയ്യിൽ നിന്ന് ഈ ഫോൺ പിടിച്ചു വാങ്ങുമ്പോൾ ഇവരുടെ മാനസികാവസ്ഥ നേരെ വിപരീതമാകുന്നു. ചില വിത്ഡ്രോവൽ സിംറ്റംസ് ഒക്കെ ഇവരിൽ കാണാൻ നമുക്ക് സാധിക്കും. ആ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? വല്ലാത്ത അസ്വസ്ഥത, ദേഷ്യം, എന്തെങ്കിലുമൊക്കെ എറിഞ്ഞു പൊട്ടിക്കൽ, ആഹാരം കഴിക്കുന്നില്ല, എനിക്കിന്ന് ആഹാരം വേണ്ട എന്നൊക്കെ പറഞ്ഞ് റൂമിൻ്റെ വാതിലൊക്കെ കൊട്ടി അടയ്ക്കുക. പിന്നെ വിവേകശൂന്യമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി, ഒന്നുമില്ലെങ്കിൽ ജീവൻ ഒടുക്കിയേക്കാം, അല്ലെങ്കിൽ നാട് വിട്ടേക്കാം, എന്നെ ഇവിടെ ആർക്കും സ്നേഹമില്ല, എന്നെ ഇവിടെ ആരും സ്നേഹിക്കുന്നില്ല എന്നൊക്കെയുള്ള തോന്നൽ, അബദ്ധ തീരുമാനങ്ങളൊക്കെ എടുക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. പിന്നെ ഒരു പ്രധാന കാരണം, ഇവരിതിന് അടിമപ്പെടുന്നതിനുള്ള പ്രധാന കാരണം ഈ വെർച്വൽ ലോകമാണ്, ഈ സൈബർ ലോകമാണ് യഥാർത്ഥ ലോകത്തിനേക്കാൾ സുരക്ഷിതം. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഞാൻ സന്തോഷവാനായിരിക്കുന്നത്, ഞാൻ ജീവിക്കുന്നത് ഈ സൈബർ ലോകത്താണ് എന്നൊരു തോന്നൽ ഈ കുട്ടികൾക്കുണ്ടാകുന്നു. ഈ സൈബർ ലോകത്തെ അങ്ങ് യാഥാർത്ഥ്യമായി കാണുകയാണ്. ഇതാണ് യഥാർത്ഥ ലോകം എന്ന് കുട്ടി അങ്ങ് വിചാരിക്കുകയാണ്. പലരുമായിട്ടൊക്കെ ഗെയിമിംഗ് ഉണ്ടല്ലോ, അപ്പോൾ ഗെയിമിങ്ങിന് സുഹൃത്തുക്കൾ, വേറെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫ്രണ്ട്സ്, ഇവരെയൊക്കെ കാണുമ്പോൾ, അവരെയൊക്കെ കിട്ടുമ്പോൾ വിചാരിക്കുന്നത് വീടിനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടത് ഈ ഇടമാണ്, വീട്ടുകാരെക്കാൾ എന്നെ കൂടുതൽ സ്നേഹിക്കുന്നതും എന്നെ ഇഷ്ടപ്പെടുന്നതും എന്നെ കരുതുന്നതുമൊക്കെ ഇവരാണ് എന്ന തോന്നൽ കുട്ടിയിലുണ്ടാവും. പിന്നെ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏറ്റവും വലിയൊരു തെറ്റായ രീതി എന്ന് പറഞ്ഞാൽ, കുറേ വർഷങ്ങൾ ഇങ്ങനെ മൊബൈൽ ഫോൺ കളിക്കാൻ വേണ്ടി കൊടുക്കും. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ആദ്യമൊന്നും അറിയില്ല ഇതിൻ്റെ നെഗറ്റീവ് സൈഡ്. നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി, കുട്ടി അവിടെ അടങ്ങിയിരിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ കുട്ടിക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് മൊബൈൽ ഫോൺ അങ്ങ് കൊടുക്കും. കുട്ടികൾ ഓൺലൈൻ ഗെയിമിങ്ങിന് അടിമപ്പെടും. അങ്ങനെ അടിമപ്പെട്ട് കഴിഞ്ഞ് ഇവർ ആഹാരവും കഴിക്കുന്നില്ല, കുളിക്കുന്നില്ല, സ്കൂളിലും പോകുന്നില്ല, പഠിക്കുന്നില്ല എന്നൊക്കെ കാണുമ്പോൾ എന്ത് ചെയ്യും? മാതാപിതാക്കൾ പെട്ടെന്നൊരു ദിവസം ഈ ഫോൺ അങ്ങ് പിടിച്ചു വാങ്ങിക്കും. ആ സമയത്ത് ഇവരിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ഭയവും പ്രതികാര മനോഭാവവും ഒക്കെ ഉണ്ടാകും. ആ സമയത്ത് എങ്ങനെയെങ്കിലും ഇവരെ നോവിക്കണം, എൻ്റെ മനസ്സിനെ വിഷമിപ്പിച്ച് ഇവർക്കെതിരെ എന്തെങ്കിലും പ്രതികാരം ചെയ്യണമെന്നൊക്കെ മാതാപിതാക്കൾക്കെതിരെ കുട്ടികളിൽ തോന്നലുണ്ടാകുന്നത് അങ്ങനെയാണ്. പിന്നെ മാതാപിതാക്കളെ ശത്രുക്കളെ പോലെയാണ് അവർ കാണുന്നത്. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സംഗതിക്ക് തടസ്സം നിൽക്കുന്ന ആളുകളായിട്ടാണ് മാതാപിതാക്കളെ പിന്നെ കാണുന്നത്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ്, അതിനുള്ള ശേഷി ഇന്നത്തെ കുട്ടികൾക്കില്ല. എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ നോ പറഞ്ഞാൽ അത് താങ്ങാൻ അവർക്ക് പറ്റുന്നില്ല. കാരണം അവർ യെസ് എല്ലാത്തിനും സ്വാഗതം കേട്ടാണ് അവർ വളർന്നത്. അവർ ചോദിക്കുന്നത് എന്തും വാങ്ങിച്ചു കൊടുക്കുന്നു, അവർ ആഗ്രഹിക്കുന്നത് എന്തും പെട്ടെന്ന്
ഒരു കാലതാമസം പോലും ഇല്ലാതെ അവരുടെ കയ്യിലെത്തുന്നു. എന്ത് സാധനങ്ങളാണെങ്കിലും അല്ലെങ്കിൽ വ്യക്തികളാണെങ്കിലും കൂട്ടുകെട്ടുകളാണെങ്കിലും ഭക്ഷണമാണെങ്കിലും സാഹചര്യങ്ങളാണെങ്കിലും പഠനോപകരണങ്ങളാണെങ്കിലും എന്തും അവർ ആഗ്രഹിക്കുന്ന നിമിഷം തന്നെ അവരുടെ കയ്യിലേക്ക് എത്തുകയാണ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ ചെയ്തോളൂ ചെയ്തോളൂ യേസ് യേസ് എന്ന് മാത്രം പറഞ്ഞ് ശീലിപ്പിക്കുകയാണ് മാതാപിതാക്കൾ. പൊന്നും കുടങ്ങളായിട്ട് തങ്കക്കുടങ്ങളായിട്ട് പൊൻകുഞ്ഞുങ്ങളായിട്ട് സ്വന്തം മക്കളെ വളർത്തിയെടുക്കുകയാണെന്നാണ് അവരുടെ ഒരു വിചാരം, ഈ മാതാപിതാക്കളുടെ ഒരു തെറ്റിദ്ധാരണ. പക്ഷെ അങ്ങനെയല്ല. സമൂഹത്തിന് ഏറ്റവും ഉപദ്രവകാരികളായിട്ടുള്ള കുട്ടികളായിട്ട് ഇവർ മാറും. ഇവർക്ക് എവിടെ നിന്നും പിന്നൊരു നോ കേൾക്കാൻ പറ്റില്ല. എന്തെങ്കിലും ആവശ്യമില്ലാത്ത ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അത് ചെയ്യാൻ പാടില്ല എന്ന് തന്നെ കുട്ടികളെ പറഞ്ഞ് ശീലിപ്പിക്കണം. അങ്ങനെ തന്നെ വളർത്തണം. അപ്പോൾ കുട്ടികൾക്ക് ഒരു നോയെ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ള ധാരണയുണ്ടാകും. ഇതിപ്പോൾ എല്ലായിടത്തു നിന്നും ഒരു ലാളനയും സ്നേഹവും ഒക്കെ മാത്രം കിട്ടി വളരുന്ന കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്നൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ നേരിടണം, എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാതെ വരുന്നു. അപ്പോൾ പിന്നെ പ്രതികാര മനോഭാവം അല്ലെങ്കിൽ സ്വയം അങ്ങ് തീർന്നേക്കാം എന്നുള്ള ചിന്ത അല്ലെങ്കിൽ നാട് വിട്ടേക്കാം എന്നുള്ള തീരുമാനമൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. ഞാൻ ഇതിനു മുൻപും സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, രാവിലെ അല്ലെങ്കിൽ ഉച്ചക്കത്തേക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഹാരം ഉണ്ടാക്കുന്ന വീടുകളുണ്ട്. കുട്ടി അത് കൊടുത്താൽ കഴിക്കില്ല, ഇത് മാത്രമേ കഴിക്കുകയുള്ളൂ. അതെന്താ അങ്ങനെ? നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആഹാരം എന്താണോ അത് എല്ലാവരെയും പോലെ കഴിക്കാൻ കുട്ടിയും ബാധ്യസ്ഥനാണ്. കുട്ടി കഴിക്കേണ്ട ആളാണ്. നമ്മുടെ വീട്ടിൽ എന്താണോ ഉണ്ടാക്കുന്നത് അതാണ് നീ കഴിക്കേണ്ടത് എന്നുള്ള ഒരു ബോധം കുട്ടിയിൽ ഉണ്ടാക്കേണ്ടത് മാതാപിതാക്കളാണ്. അല്ലെങ്കിൽ വീട്ടിൽ ആഹാരം ഉണ്ടാക്കിയിട്ടും കടയപ്പമേ കഴിക്കുകയുള്ളൂ എന്ന് നിർബന്ധം പിടിച്ചാൽ അവിടെ ഇരുന്നോ, ഒരു നേരം കഴിച്ചില്ലെന്ന് കരുതി ഒന്നും സംഭവിക്കില്ല, നീ വെള്ളം കുടിച്ചിട്ടിരിക്കും. അപ്പോൾ എന്താണ് വിശപ്പിൻ്റെ വിലയെന്ന് തിരിച്ചറിയും. വിശന്നാൽ ഇങ്ങനെ വയറ്റിൽ തീ കത്തുന്ന പോലെയൊക്കെ തോന്നും, ശരീരത്തിന് ക്ഷീണമൊക്കെ തോന്നും എന്നൊക്കെ തിരിച്ചറിഞ്ഞ് പിന്നീട് ആഹാരത്തിനോട് നോ പറയില്ല, പിന്നീട് ആഹാരത്തിൻ്റെ വില മനസ്സിലാക്കും. അപ്പോൾ ഇപ്പം മാതാപിതാക്കൾക്ക് ഒരു സംശയം ഇതായിരിക്കും, ഇങ്ങനെ ഫോണിന് അടിമപ്പെട്ടു പോയി ഇനി എന്ത് ചെയ്യാനാ, ഞങ്ങൾ എന്ത് ചെയ്യണം എന്നൊരു സംശയം പല മാതാപിതാക്കൾക്കും കാണും. പെട്ടെന്നൊരു ദിവസം ബലമായിട്ട് ഫോണിൻ്റെ ഉപയോഗം നിർത്തുന്നതിന് പകരം ഘട്ടം ഘട്ടമായിട്ട് അത് നിർത്തലാക്കുക. ഒരു പരിധി നിശ്ചയിക്കുക. ഒരു ദിവസം 2 മണിക്കൂറേ ഇനി നിനക്ക് ഫോൺ തരികയുള്ളൂ. അതായത് കടുത്ത അടിമത്തത്തിലൊക്കെ കിടക്കുന്ന ആളുകളാണെങ്കിൽ, 24 മണിക്കൂറും ഫോണിന് അടിപ്പെട്ട് കിടക്കുന്ന ആളുകളാണെങ്കിൽ, കുട്ടികളാണെങ്കിൽ അവരോട് പറയുക 2 മണിക്കൂർ തരാം. ആ 2 മണിക്കൂറിലേക്ക് ചുരുക്കുക. പിന്നീട് ആ 2 മണിക്കൂറിനെ 1 മണിക്കൂറാക്കുക, അരമണിക്കൂറാക്കുക. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാത്രമേ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം വിലക്കാൻ പറ്റുകയുള്ളൂ. പെട്ടെന്നൊരു ദിവസം വാങ്ങിച്ചെടുത്താൽ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. പിന്നെ കുട്ടിയോട് തുറന്ന് സംസാരിക്കുക. എന്തിനാണ് ഫോൺ വാങ്ങിച്ചു വെക്കുന്നത് അല്ലെങ്കിൽ ഫോണിൻ്റെ ഉപയോഗം നിയന്ത്രിക്കുന്നത് എന്തിനാണ് എന്ന് കുട്ടിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലെങ്കിൽ അവർ വിചാരിക്കും അവരുടെ സന്തോഷം നിങ്ങൾ നിഷേധിക്കുകയാണെന്ന്. അല്ല, ഇന്നതാണ് കാരണം. മോൻ്റെ അല്ലെങ്കിൽ മോളുടെ സമയത്തെ ഒരുപാട് പാഴാക്കുന്നുണ്ട് ഈ ഓൺലൈൻ ഗെയിമുകൾ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ. പഠിക്കേണ്ട സമയമാണ്, പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കൂടുതൽ സമയം മൊബൈൽ ഫോണിലൊക്കെ ചിലവഴിക്കാം. ഇപ്പോൾ പഠിക്കേണ്ട പ്രായമാണ്, ആഹാരം കഴിക്കേണ്ട സമയത്ത് കഴിക്കണം, വൃത്തിയായിട്ട് നടക്കണം, കൂട്ടുകാരൊക്കെ സംസാരിക്കണം, കളിക്കണം, ഇതൊക്കെയാണ് വേണ്ടത്. മൊബൈൽ ഫോണിൽ തന്നെ നോക്കിയിരുന്നാൽ ജീവിതം നശിക്കും. അതൊക്കെ അവരുടെ പ്രായത്തിനനുസരിച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റണം. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കണ്ണൊക്കെ നഷ്ടപ്പെട്ട ഒരുപാട് കുട്ടികളുണ്ട്, കാഴ്ചശക്തി പോയ കുട്ടികളുണ്ട്, മാരകമായിട്ടുള്ള അസുഖങ്ങൾ ബാധിച്ച ഒരുപാട് കുട്ടികളുടെ കാര്യമൊക്കെ വാർത്തയിലൊക്കെ കേട്ടു. അങ്ങനെയുള്ള ചിത്രങ്ങളോ വാർത്തകളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ അധികം ഭയപ്പെടുത്താത്ത രീതിയിൽ അവർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യാം. പിന്നെ അവരുടെ ശ്രദ്ധ തിരിക്കണം. ഈ സ്ക്രീനിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ എന്തെങ്കിലും കളികളൊക്കെ അവരെ കളിക്കാൻ പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ വീട്ടിലെ ചെറിയ ജോലികൾ ചെയ്യാൻ കൂട്ടുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇവരുടെ ശ്രദ്ധ തിരിക്കാം. പിന്നെ ചില അടിയന്തര ഘട്ടങ്ങളൊക്കെ വരും. കാരണം കുട്ടി വളരെ ഇപ്പോൾ ഞാൻ കുത്തിച്ചാകും അല്ലെങ്കിൽ കുത്തിക്കൊല്ലും എന്നൊക്കെ പറഞ്ഞ് നിൽക്കും ഫോൺ വാങ്ങിക്കാൻ സമയത്ത്. ഇതിനങ്ങ് പൂർണ്ണമായിട്ടും അടിമപ്പെട്ട് തിരിച്ച് വരാൻ കഴിയാത്ത രീതിയിൽ കുട്ടി തന്നെ പെട്ടു നിൽക്കുന്ന അവസ്ഥയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കൗൺസിലിംഗ് കൊടുക്കണം. ചിലപ്പോൾ കടുത്ത ദേഷ്യം കാണിക്കും, പറഞ്ഞ പോലെ ചിലപ്പോൾ കടുത്ത വിഷാദം കാണിക്കും, ഡിപ്രഷനിലേക്ക് അങ്ങ് പോകും, റൂമിൽ തന്നെ ഇരിക്കുക, ആരോടും സംസാരിക്കുന്നില്ല, ആഹാരം കഴിക്കുന്നില്ല, മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ കൂട്ടാക്കുന്നില്ല, വെളിച്ചം പോലും കാണാൻ കൂട്ടാക്കാത്ത കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കടുത്ത ഡിപ്രഷൻ്റെ ലക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കി ഡോക്ടറുടെ സഹായം അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിൻ്റെ സഹായം, കൗൺസിലറുടെ സഹായം തേടുക. അപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ അപകടങ്ങളെക്കുറിച്ച് വീടുകളിൽ മാത്രമല്ല സ്കൂളുകളിലും ബോധവൽക്കരണം കൊടുക്കണം. കുട്ടികളെ അധികം ഭയപ്പെടുത്താത്ത തരത്തിലുള്ള ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കണം. അവർക്ക് അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ഭാഷയിൽ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയാൽ ഒരുപാട് കുട്ടികളെ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മളിനി കേൾക്കാതിരിക്കട്ടെ. ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യണം കേട്ടോ. കാരണം ഈ വീഡിയോയുടെ അത്യാവശ്യമുള്ള പലരും ഉണ്ടാവും. ദയവ് ചെയ്ത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, ഈ വീഡിയോ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.